ബഹുമാനപ്പെട്ട വൈദികരെ, അധ്യാപകരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും സാധാരണക്കാരന്റെ വേദനയറിഞ്ഞ സഭയുടെ പ്രതിസന്ധികളിൽ പാറ പോലെ ഉറച്ചു നിന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ സ്മരണയ്ക്കായി നാം ഒത്തുകൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നാം പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്ക് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ സംഭാവനകളെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ വീണ്ടും ഈ വേദിയിൽ വന്ന് പങ്കുവെക്കുവാൻ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. 1933 ഒക്ടോബർ 24 പുതുപ്പള്ളിയിലെ സുദീർഘമായ വൈദിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച തിരുമേനി മന്നനിക്കരയിൽ വെച്ച് ഏലിയാസ് മോർ യൂലിയോസ് ബാവായുടെ നിന്നും കശീഷ പട്ടം സ്വീകരിച്ച് പെരുമ്പള്ളിയുടെ ഈ പുണ്യഭൂമിയിലേക്ക് വികാരിയായി എത്തുമ്പോൾ പെരുമ്പള്ളിയെ ഒരു പെരുമ്പള്ളിയാക്കുക എന്നത് മാത്രമായിരുന്നില്ല, അതിലും എത്രയോ വലുതായിരുന്നു ദൈവത്തിന് അദ്ദേഹത്തെ കുറിച്ചുള്ള പദ്ധതികൾ. പരുമല തിരുമേനിയുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുരിശൻ തൊട്ടി സ്ഥാപിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഗീവർഗീസ് അച്ഛൻ പിന്നീട് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നവയുഗ പിറവിക്ക് വേണ്ടി കാലം ചെയ്ത മുൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവായോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടി മലങ്കര മക്കൾക്കാശ്രയമായ ഒരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിക്കുകയായിരുന്നു. പ്രതിഭാധനനായ പ്രഭാഷകൻ, കഴിവുറ്റ സംഘാടകൻ, സൂക്ഷ്മ നിരീക്ഷകനായ മേലധ്യക്ഷൻ, സർവോപരി സ്നേഹനിധിയായ ആത്മീയ പിതാവ് എന്നിങ്ങനെ തിരുമേനിയുടെ പ്രതിഭാകിരണങ്ങൾ അനവധിയായിരുന്നു. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പ്രസിഡന്റ്, പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറി, കോട്ടയം, കൊച്ചി മുതലായ നിരവധി ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്ത, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ തിരുമേനിയുടെ സഭാ ചുമതലകൾ അനവധിയായിരുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി കോട്ടയം സെയിന്റ് ജോസഫ് കത്തീഡ്രൽ, എളംകുളം സൂണോറോ കത്തീഡ്രൽ തുടങ്ങിയ നിരവധി പള്ളികൾ പടുത്തുയർത്തി. മോർ യൂലിയോ സെമിനാരി സ്ഥാപിച്ചു. 165ഓളം പേരെ വൈദിക വൃത്തിയിലേക്ക് കൈപിടിച്ചുയർത്തി. അതിൽ 9 പേർ പിന്നീട് പ്രധാനാചാര്യന്മാരായി. സഭാമക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആശ്വാസ കേന്ദ്രങ്ങൾ വേണം എന്നുള്ള നിശ്ചയപ്രകാരം PMG ട്രസ്റ്റ് ആരംഭിച്ച് ആതുര സേവനം, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു. മലയാള ഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം ദുഃഖവെള്ളി ആരാധനാക്രമം, ആരാധനാമഞ്ജരി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ രചിച്ചു. പരിശുദ്ധ ദേവമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ മാതൃസ്തുതി ഗീതങ്ങളിലെ സർവേശ്വര വചനം എന്ന ഗാനം ഞങ്ങൾ ഇവിടെ ആലപിക്കുന്നു. സർവേശ്വരവചനം നരനായി തീരാൻ രൂപുദിശ, ഭൂവിൽ തിരഞ്ഞെടുത്ത ധന്യേ കന്യകമറിയാമേ, ചിന്മയനുടെ ജനനീ നന്മ നിറഞ്ഞോളേ, അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. അത്ഭുത ഗോവണിയാ യാക്കോബ് നിன்று ശാന്തം മുൻകണ്ടു, ദൈവസുതൻ കിളിവാ മഹിതം
അമ്മേ ഭാഗ്യവതി. സീനായ് മാമലയിൽ എരിതി ജ്വാലയിലെരിയാത്ത മുൾമരമായി നിന്നെ മൂശ നിബി മുൻകുറി കണ്ടു. കന്യാവ്രതപുത്ര സുതരുടെ പെറ്റമ്മേ അമ്മേ ഭാഗ്യവതി. അമ്മേ ഭാഗ്യവതി. തിരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ ഗീതങ്ങളിലെ അഗ്നിരഥത്തിൽ ആരോഹിതനാം എന്ന ഗീതം. അഗ്നിരഥത്തിൽ ആരോഹിതനാം ദൈവകുമാരനേ മദ്ബഹയിൽ ഘോഷത്തോടും മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. ഘോഷത്തോടും മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. വത്സലരേ വിസ്മിതരാവിൽ മണവാളൻ ഹാബലിയായി നമ്മളോടൊപ്പം അതിഥികളായോ തനുരുതിരങ്ങൾ കൈക്കൊള്ളുന്നു. നമ്മളോടൊപ്പം അതിഥികളായോ തനുരുതിരങ്ങൾ കൈക്കൊള്ളുന്നു. തനുവിൽ റൂഹാ തീകാസായിലും നിവസിക്കുന്നു വീക്ഷിപ്പിൻ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിടല്ലേ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളി